കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതേ പ്രതി തന്നെ ആ ഒഫൻസ് കൂടി നടത്തിയതായിട്ടുള്ളതാണ് നിലവിൽ മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അതിന്റെ കൺഫർമേഷൻ, അതിന്റെ കൂടുതലായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ട് ശേഖരിക്കുന്നതായിരിക്കും. കുട്ടി കൊലപാതകം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് മനസ്സിലാകുന്നത്. നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഒരു ആൺ സുഹൃത്ത്, 18 വയസ്സിൽ താഴെയുള്ള ഒരു ആൺ സുഹൃത്താണ് ഈ കൃത്യം ചെയ്തതായിട്ട് നിലവിൽ മനസ്സിലായിട്ടുള്ളത്. അതിന്റെ കൺഫെഷന്റും മറ്റും അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൃതശരീരം, മരണപ്പെട്ട പെൺകുട്ടിയുടെ മൃതശരീരം നമ്മൾ ഇന്നലെ റിക്കവർ ചെയ്തിരുന്നു. വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നടന്നത്. അതിനുശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നിലവിൽ ഉള്ള റെഗുലേഷൻസ് പ്രകാരം ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതേ പ്രതി തന്നെ ആ ഒഫൻസ് കൂടി നടത്തിയതായിട്ടുള്ളതാണ് നിലവിൽ മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അതിന്റെ കൺഫർമേഷൻ, അതിന്റെ കൂടുതലായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമായിട്ട് ശേഖരിക്കുന്നതായിരിക്കും. ഈ പ്രതി അഥവാ ചൈൽഡ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ ആ ബേസിസിൽ കുട്ടിയെ ഇന്നലെ നമ്മൾ അപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്രിഹെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അറസ്റ്റ് എന്നല്ല ഈ ടേം ഉപയോഗിക്കുന്നത്, അതിന് അപ്രിഹെൻഷൻ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ കുട്ടിയെ നമ്മൾ ബന്ധപ്പെട്ട ചൈൽഡ് കോർട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട്. നിലവിൽ വെളിമാടുന്ന് ജുവനൈൽ ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വന്നിരിക്കുന്ന ഫാക്ട്സ്. അത് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് വരാൻ പറഞ്ഞത്.